എല്ലാ പേർക്കും റെസിപ്പി വേർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ആപ്പിൾ മിൽക്ക് ഷേക്കാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസുള്ള ആപ്പിളാണ്. ആപ്പിള് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അകത്തെ കുരുവെല്ലാം കളഞ്ഞ് ഇതിൽ കാണിച്ചിരിക്കുന്ന കണക്ക് നന്നായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് 1 കപ്പ് പാലെടുത്തിട്ട് പാസ്ചറൈസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് പാലെടുത്ത് നമ്മുടെ ഐസ് ട്രേയിൽ ഒഴിച്ച ശേഷം അത് ഐസ് ക്യൂബ്സ് ആക്കി എടുത്ത് മാറ്റിയതാണ്. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് പാലിൽ നമ്മൾ ഐസ് ട്രേയിൽ ഒഴിച്ച് ഐസ് ക്യൂബ്സ് ആക്കി എടുക്കും. അതിന് ശേഷം വേണ്ടത് 1/2 കപ്പ് പാല്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം പാസ്ചറൈസ്ഡ് മിൽക്കാണ്. അതുകൊണ്ട് അത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെയുള്ള പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തിളപ്പിച്ച് ആറിയ ശേഷം ഇതേപോലെ ഐസ് ട്രേയിലാക്കി എടുത്താൽ മതി. ഈ ക്യൂബ്സായിട്ടുള്ള പാലും വേണം, അല്ലാണ്ട് ഇതേപോലെ ലൂസായിട്ടുള്ള പാലും വേണം. ലൂസായിട്ടുള്ള പാല് 1/2 കപ്പ്, ക്യൂബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പാല് ഐസ് ട്രേയിൽ ഒഴിച്ചാണ് എടുക്കുന്നത്. പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് എടുക്കണം. ഞാനിവിടെ അധികം പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 3-3.5 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. പിന്നീട് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഏലക്ക പൊടിയാണ്. ഞാൻ പൗഡറായിട്ടുള്ള ഏലക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ 2 ഏലക്ക എടുത്താലും മതിയാവും. പിന്നെ ഇവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും 1 സ്ലൈസ് ആപ്പിളും എടുത്തിട്ടുണ്ട്. ഒരു മിക്സർ ജാർ എടുത്ത ശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ പീസെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന പാല്, പഞ്ചസാര, ഏലക്കാപ്പൊടി ഇത്രയും അതിലേക്ക് ചേർക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ആപ്പിളിലെല്ലാം നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ചേർക്കാൻ. ഞാനിവിടെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുറച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാം. അവസാനമായിട്ട് ഇതിൽ ചേർക്കുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് നല്ല തണുത്ത പാലാണ്. ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി, 125 ml കപ്പിലാണ് ഞാൻ 1/2 കപ്പ് പാലെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. എല്ലാ പേരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ആദ്യമേ എടുത്തു വച്ചിരിക്കുന്ന നട്ട്സും ആപ്പിളിൻ്റെ പീസും ഒക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. താങ്ക്